ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളിൽ കരുതിയിരിക്കണമെന്ന് കൊച്ചി സിറ്റി പോലീസ്. കൊച്ചി സിറ്റി പരിധിയിൽ മാത്രം ഈ വർഷം 400 ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളാണ് റിപ്പോർട്ട് ചെയ്തത്. വ്യാജ ആപ്പുകൾ വഴിയും അന്വേഷണ ഏജൻസികളുടെ പേരിലുമെല്ലാം തട്ടിപ്പുണ്ടെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാംസുന്ദർ പറഞ്ഞു. ആകെ 25 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് തട്ടിപ്പ് കോളുകളെല്ലാം വരുന്നത്. ഇരയായവരെല്ലാം മലയാളികളാണ്. വ്യക്തികളിൽ നിന്ന് 20 കോടി രൂപ തട്ടിയെടുത്തതിന്റെ പരാതികളാണ് ഇതുവരെ ലഭിച്ചത്. ആകെ 25 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. വ്യാജ ആപ്പുകൾ, വ്യാജ ഷെയർ ട്രേഡിംഗ് ആപ്പുകൾ വഴിയും ED, കസ്റ്റംസ് തുടങ്ങിയ അന്വേഷണ ഏജൻസികളുടെ പേരിലും പണം തട്ടിയിട്ടുണ്ടെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാംസുന്ദർ പറഞ്ഞു. ഡൽഹി പോലീസിന്റെ പേരിൽ വിളിച്ച കോൾ വിശ്വസിച്ച IT കമ്പനി ഉടമയ്ക്ക് 7 കോടി രൂപ നഷ്ടപ്പെട്ടു. വിദ്യാസമ്പന്നർ തന്നെയാണ് അധികവും തട്ടിപ്പുകൾക്ക് ഇരയാകുന്നതെന്നും ശ്യാംസുന്ദർ കൂട്ടിച്ചേർത്തു. ഈ കൊറിയർ സ്കാം, അതായത് അദ്ദേഹത്തിൻ്റെതല്ലാത്ത പാഴ്സലിൽ കൊറിയറിൽ ഡ്രഗ്സ് ഉണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് ഏകദേശം 5 കോടി രൂപയോളമാണ് തട്ടിച്ചത്. മറ്റൊരാൾക്ക് ഫേക്ക് കറൻസി ട്രേഡിംഗ് ആപ്പ് വഴി ഏകദേശം 7 കോടി രൂപയോളം ആണ് പോയിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ഒരു കോമൺ ഫീച്ചർ എന്ന് പറയുന്നത്, ഈ തട്ടിപ്പുകാർ ഏതെങ്കിലും പ്രൈവറ്റ് സേവിങ്സ് അക്കൗണ്ടിലേക്കാണ് ഈ പൈസ നിക്ഷേപിക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്നത്. അതാണ് ഏറ്റവും വലിയ റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത്. ബാങ്ക് അക്കൗണ്ടുകൾ വാടകയ്ക്കെടുത്തുള്ള തട്ടിപ്പുകളുമുണ്ട്. ഇതിൽ ചില ബാങ്ക് മാനേജർമാർക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കും. വിദേശത്തു നിന്നുള്ള തട്ടിപ്പ് കോളുകൾ കുറവാണ്. വലിയ തുക നഷ്ടപ്പെട്ട 4 പ്രധാന ഓൺലൈൻ തട്ടിപ്പ് കേസുകളിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും കമ്മീഷണർ അറിയിച്ചു. തട്ടിപ്പിലൂടെ പണം നഷ്ടപ്പെട്ടെന്ന് വ്യക്തമായാൽ 2 മണിക്കൂറിനുള്ളിൽ 1930 നമ്പറിൽ വിളിച്ചാൽ തുക മരവിപ്പിക്കാൻ കഴിയും. ജനം, കൊച്ചി.